റഷ്യയിലെ 2 പ്രധാനപ്പെട്ട എണ്ണ ശുദ്ധീകരണശാലകളിൽ ഉക്രൈൻ ഒരു സ്ട്രൈക്ക് നടത്തി. ഉക്രൈൻ സ്ട്രൈക്ക് നടത്തിയതിനു ശേഷം ആ 2 എണ്ണ ശുദ്ധീകരണശാലകൾക്കും കനത്ത നാശനഷ്ടം സംഭവിച്ചതായി റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. ഇതിന് മറുപടിയായി സാബ്രോസേഷ്യയിൽ സ്ഥിതി ചെയ്യുന്ന സാബ്രോസേഷ്യയിലെ വളരെ പ്രധാനപ്പെട്ട വെടിമരുന്ന് നിർമ്മാണ കേന്ദ്രത്തിനെതിരെ റഷ്യയും ഒരു സ്ട്രൈക്ക് നടത്തി. റഷ്യയുടെ ആക്രമണത്തിൽ അവിടം പൂർണ്ണമായി നശിച്ചതായി റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഈ വീഡിയോയിലൂടെ നമ്മൾ അറിയാൻ പോകുന്നത് അവസാന ഒരു 48 മണിക്കൂറിൽ ഉക്രൈനിൽ സംഭവിച്ച വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സ്, കൂടാതെ റഷ്യ നടത്തിയ ആക്രമണങ്ങൾ കാരണം അവിടെ എത്രമാത്രം നാശനഷ്ടങ്ങൾ സംഭവിച്ചു, എല്ലാം ഈ വീഡിയോയിലൂടെ വിശദമായി അറിയാം. റഷ്യൻ ഓയിൽ റെഫൈനറീസ്. റഷ്യയെ സംബന്ധിച്ചിടത്തോളം വിവിധ തരം എണ്ണ ശുദ്ധീകരണശാലകളുണ്ട്. അതായത് സർക്കാർ ഉടമസ്ഥതയിലുള്ള കമ്പനികളുമുണ്ട്, സ്വകാര്യ കമ്പനികളുമുണ്ട്. എന്നാൽ റഷ്യയുടെ നിയമം അനുസരിച്ച് നോക്കിയാൽ ഇവർ എത്ര തന്നെ പ്രൈവറ്റായി മാനുഫാക്ചർ ചെയ്താലും പ്രോസസ് ഒക്കെ ചെയ്താലും അതിൽ വരുന്ന ഒരു ഷെയർ അത് മാർക്കറ്റ് ചെയ്യുന്ന ഈ കാറ്റഗറിക്ക് കീഴിൽ റോസ്നെഫ്റ്റും വളരെ പ്രധാനപ്പെട്ട ഒരു പ്ലെയർ ആയിരിക്കും. സ്വകാര്യ കമ്പനി ആണെങ്കിൽ പോലും നിങ്ങൾ പേ ചെയ്യേണ്ടതും നൽകേണ്ടതുമായ ടാക്സ് റഷ്യയിൽ വളരെ അധികമാണ്. കാരണം അവരുടെ പ്രൈമറി റിസോഴ്സ് എപ്പോഴും ഓയിലിനെ അടിസ്ഥാനമാക്കിയാണുള്ളത്. അപ്പോൾ റഷ്യയുടെ പക്കലുള്ളതിൽ 2 പ്രധാനപ്പെട്ട ഓയിൽ റെഫൈനറീസ് ഉണ്ട്. ഒന്നാമത്തേത് ക്രസ്നോഡാറിലുള്ള ക്രസ്നോഡാർ റെഫൈനറി, മറ്റൊന്ന് സിസ്റാൻ റെഫൈനറി. ഇവ രണ്ടിലും റഷ്യയിൽ ഒരു വർഷത്തേക്ക് മില്യൺ കണക്കിന് ബാരൽസ് റിഫൈൻ ചെയ്ത് പെട്രോളിയം പ്രോഡക്ട്സ് വരുന്നുണ്ട്. റിഫൈൻ ചെയ്ത് പെട്രോളിയം പ്രോഡക്ട്സ്, പെട്രോ ഡീസൽ, പെട്രോ കെമിക്കൽ ഓയിൽ. ഈ ഒരു സ്ഥലത്ത് ഇന്നലെ ഉക്രൈൻ ആക്രമിച്ചിട്ടുണ്ട്. അതായത് മുൻപൊരു ആക്രമണം നടന്നു, എന്നാൽ അതിൽ നാശനഷ്ടങ്ങളൊന്നും സംഭവിച്ചില്ല. വീണ്ടും അതേ സ്ഥലത്ത് പ്രിസിഷൻ സ്ട്രൈക്കിലൂടെ ഡ്രോൺസ് ഉപയോഗിച്ച് 2 ഓപ്പറേഷണൽ യൂണിറ്റ് നശിപ്പിച്ചതായി ക്ലെയിം ചെയ്തിട്ടുണ്ട്. ഈ ക്രസ്നോഡർ ഓയിൽ റെഫൈനറി സംബന്ധിച്ചിടത്തോളം സിസ്റാൻ ഫെസിലിറ്റിയെക്കാളും ഇത് സൈസിൽ വളരെ കൂടുതലാണ്. ഇതിന്റെ ഓപ്പറേഷണൽ യൂണിറ്റ്സ്, ഇതിലുള്ള സ്റ്റോറേജ് ഫെസിലിറ്റീസ് ഒക്കെ നോക്കിയാൽ അതിനേക്കാൾ ഏതാണ്ട് 10 മടങ്ങ് വലിയൊരു ഫെസിലിറ്റിയാണ്. ഇപ്പോൾ ഈ യുദ്ധ സാഹചര്യം കൂടാതെ ഉക്രൈന്റെ സ്ട്രൈക്സ് ഇതൊക്കെ കാരണം ഈ ഒരു റെഫൈനറിയിൽ 5 യൂണിറ്റ്സ് മാത്രമേ ആക്റ്റീവായുള്ളൂ. ഇങ്ങനെയാണ് റെഫൈനറി റൺ ചെയ്യുന്നത്. ഇതിൽ 2ാമത്തെ യൂണിറ്റ് ഉക്രൈൻ നശിപ്പിച്ചിട്ടുണ്ട്. ഈ സിസ്റാൻ റെഫൈനറിയെ സംബന്ധിച്ചിടത്തോളം സൈസിൽ വളരെ ചെറുതാണ്. എന്നാൽ ഉക്രൈനിലുള്ള അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയനിലെ മറ്റ് രാജ്യങ്ങളുമായി കമ്പയർ ചെയ്യുമ്പോൾ ഒരു ബിഗസ്റ്റ് റെഫൈനറിയാണ്. അതിൽ യൂണിറ്റ് നമ്പർ 4-ൽ ഒരു വലിയ തീ വിപത്ത് സംഭവിച്ചിട്ടുണ്ട്. യൂണിറ്റ് നമ്പർ 5-ൽ ഒരു സ്റ്റോറേജ് ടാങ്ക് നശിച്ചിട്ടുണ്ട്. അവിടെ ഒരു വലിയ തീപിടുത്തം തന്നെ സംഭവിച്ചു. റഷ്യ അത് നിയന്ത്രിക്കാൻ ഒരുപാട് ശ്രമിച്ചു. എന്നാൽ യൂണിറ്റ് നമ്പർ 2-ൽ സംഭവിച്ചത് ഒരു പരിധിവരെയും നിയന്ത്രിക്കാൻ കഴിഞ്ഞെങ്കിലും സിസ്റാൻ ഫെസിലിറ്റിയിൽ സംഭവിച്ചത് ഇപ്പോഴും റഷ്യയെ കൊണ്ട് നിയന്ത്രിക്കാനായില്ല. കാരണം അവിടെ ഈ നാശത്തിന് ഇരയായത് സ്റ്റോർ ചെയ്യുന്ന ടാങ്കാണ്. ലക്ഷക്കണക്കിന് ലിറ്റർ പെട്രോളിയം പ്രോഡക്ട്സ്, ക്രൂഡ് ഓയിൽ എല്ലാം അവിടെ കത്തി നശിച്ചു. ഇത് ഉക്രൈൻ എപ്പോഴത്തെയും പോലെ ഒരു ക്ലെയിമായി നടത്തിയില്ല. റഷ്യക്ക് ഇത് കാരണം വലിയൊരു നഷ്ടമാണോ സംഭവിച്ചത്? ഇത് കാരണം വലിയ മാറ്റം എന്തെങ്കിലും ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ ഇത് ഉടനടിയുള്ള ഒരു എഫക്റ്റ് ഒന്നും നൽകില്ല. ചില ദിവസം, ചില മാസങ്ങളൊക്കെ പോകുമ്പോൾ ഇതിന്റെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഇത്ര ബാരൽ എന്നൊരു കണക്ക് അവർക്ക് ഉണ്ടാകുമല്ലോ. അതിന്റെ ഔട്ട്കം അനുസരിച്ച് റഷ്യ അവരുടെ സ്ട്രാറ്റജി മേക്ക് ചെയ്തിട്ടുണ്ടാകും. ഇപ്പൊ 2 റെഫൈനറിയും ചില ആഴ്ചത്തേക്ക് വേണ്ടിയെങ്കിലും ഓഫ്ലൈനിൽ പോകേണ്ട ഒരു ആവശ്യകത വരും. ഇത്രത്തോളം വലിയൊരു സ്ട്രൈക്ക് സംഭവിച്ചിട്ടുണ്ട്. അത്രയും വലിയൊരു പ്രശ്നം സംഭവിക്കുമ്പോൾ തീർച്ചയായും അതിൻ്റെ ഒരു ആവശ്യകതയുണ്ട്. അല്ലെങ്കിൽ ഒരു മാസം, 2 ആഴ്ച ഓഫ്ലൈനിൽ പോയാൽ പോലും ഈ 2 ആഴ്ചയിൽ ഉണ്ടാകുന്ന പ്രൊഡക്ഷൻ ചില മാസങ്ങൾ കഴിഞ്ഞ് റഷ്യയുടെ ലിസ്റ്റിൽ ഒരു തിരിച്ചടിയാകും. അങ്ങനെ തിരിച്ചടിയാകുമ്പോൾ റഷ്യക്ക് ഇത് ഹേർട്ടാകും. കാരണം ഇന്നവരുടെ എക്കണോമി മുന്നോട്ട് പോകുന്നത് തന്നെ ഇതിനെ അടിസ്ഥാനമാക്കിയാണ്. വാർ എക്കണോമി റണ്ണാകുന്നത് തന്നെ ഈ റെഫൈനറിയിലുള്ള റിസോഴ്സ് ഉപയോഗിച്ചാണ്. ഇവിടെ ഉക്രൈൻ വളരെ വ്യക്തമായ ഒരു ഗെയിം പ്ലാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. റഷ്യ ആക്രമിച്ചതെല്ലാം ഇവരുടെ അമ്യൂണിഷൻ ഡെപ്പോസ്, ഒഫൻസീവിന് എന്താണോ ഉപയോഗിക്കുന്നത്, ഡിഫൻസ് ലൈൻസിന് എന്താണോ ഉപയോഗിക്കുന്നത്, അതൊക്കെയാണ് റഷ്യ ആക്രമിച്ചത്. എന്നാൽ മറുവശത്ത് ഉക്രൈൻ വളരെ ഷാർപ്പായി ഈ പ്രിസൈസ് സ്ട്രൈക്ക് എന്നൊക്കെ പറയുമല്ലോ, സൂചി വെച്ച് കുത്തുന്നത് പോലെ, അതുപോലെ റഷ്യക്ക് എന്ത് സോഴ്സ് ഓഫ് ഇൻകം ആണ് ഉള്ളത് അവയെല്ലാം ആക്രമിക്കാൻ തുടങ്ങി. എന്നെ നിങ്ങൾ ആക്രമിച്ചു, എനിക്ക് നഷ്ടം വരുന്നു, എൻ്റെ പാർട്ട്നേഴ്സ് നൽകിയ വെപ്പൺസ് എല്ലാം ലോസ് ആകുന്നു, എനിക്ക് വലിയ നഷ്ടം, അതെല്ലാം ഓക്കെയാണ്. എന്നാൽ ഞാൻ നിങ്ങളെ വളരെ ചീപ്പായി ആക്രമിക്കും. ഞാൻ ആക്രമിക്കുന്നതിൻ്റെ തീവ്രത മാസങ്ങളോളം നിങ്ങൾക്ക് ഉണ്ടാകുമെന്ന രീതിയിൽ, അത്രത്തോളം നഷ്ടം സംഭവിക്കുന്ന രീതിയിലുള്ള ഒരു ഈസിയസ്റ്റ് ടാർഗറ്റ് അതിനെ മാറ്റുകയാണ്. ഇതിൽ റഷ്യ ഒരു സ്ഥലത്ത് ഒരു വലിയ തെറ്റ് ചെയ്തു. ഉക്രൈൻ റെഫൈനറീസിനെ ആക്രമിക്കുമെന്ന് മനസ്സിലായി. എന്നിട്ട് കൂടിയും ഒരുപാട് ഇടങ്ങളിൽ അതിന്റെ പ്രൊട്ടക്ഷൻ യൂണിറ്റ്സ് ഒന്നും റഷ്യ സ്റ്റേബിളായി സെറ്റ് ചെയ്യാൻ മറന്നു. ഇപ്പോൾ സംഭവിച്ച ഈ ക്രസ്നോഡാർ ഫെസിലിറ്റിയിൽ സംഭവിച്ച ആക്രമണം ഒറ്റ ഡ്രോൺ പോലും അവിടെ ഇന്റർസെപ്റ്റ് ചെയ്തിട്ടില്ല. മൊത്തം 6 ഡ്രോണുകൾ അവിടെ സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ട്. 6ഉം താഴെ ഇമ്പാക്ട് സൃഷ്ടിച്ചിട്ടുണ്ട്. ഇത് റഷ്യയുടെ മീഡിയാസ് ആരും ക്ലെയിം ചെയ്തിട്ടില്ല. അവിടെ നിന്ന് വരുന്ന റിപ്പോർട്ട്സ് ഒക്കെ നോക്കുമ്പോൾ 6 ഇമ്പാക്ട് സംഭവിച്ചു. അകത്തേക്ക് വന്ന ഡ്രോണുകളെല്ലാം താഴെ ഇമ്പാക്ട് വരുത്തി.
അപ്പോൾ അവിടെ എന്താണ് പ്രശ്നം? എയർ ഡിഫൻസ് സിസ്റ്റം ആക്ടിവേറ്റ് ആകുന്നതിൽ എന്തെങ്കിലും പ്രശ്നമാണോ? അല്ലെങ്കിൽ ഡ്രോൺ ഈ FPV ഡ്രോൺസ് പോലെ അടുത്തു നിന്ന് ലോഞ്ച് ചെയ്തതാണോ? ഇതൊന്നും അറിയില്ല. അപ്പോൾ എന്തോ അവിടെ സംഭവിക്കുന്നുണ്ട്. റഷ്യയുടെ സെക്യൂരിറ്റിയിൽ ഒരു വലിയ ലൂപ്പ് ഹോൾ തന്നെയുണ്ട്. ഇനി സിസ്റാൻ ഫെസിലിറ്റിയിൽ ഇന്റർസെപ്ഷൻ സംഭവിച്ചിട്ടുണ്ട്. ഒരു ഡ്രോൺ നേരിട്ട് ചെന്ന് ആക്രമിച്ചു, ബാക്കിയുള്ള ഡ്രോണുകൾ താഴെ വീണു. മൊത്തം 9 ഡ്രോണുകളെയാണ് ഉക്രൈൻ ആ സ്ഥലത്തേക്ക് അയച്ചത്. ശരി, റഷ്യക്ക് ഇതൊരു വലിയ നഷ്ടം തന്നെയാണ്. ഇതിന് പകരം വീട്ടുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാകുമല്ലോ. അങ്ങനെ എന്താണ് ചെയ്തതെന്ന് ചോദിച്ചാൽ, സാബ്രോസിഷ്യ, അതായത് ഉക്രൈന്റെ നിയന്ത്രണത്തിലുള്ള സ്ഥലത്ത് പ്രധാനപ്പെട്ട ഒരു എമുനേഷൻ പ്രോസസിംഗ് മേക്കിംഗ് ഫാക്ടറി ഉണ്ട്. ഫ്രണ്ട് ലൈനിൽ നിന്നും വളരെ അടുത്തുള്ളത് കൊണ്ട് ഉക്രൈൻ ഇത് കൂടുതലായും ഉപയോഗിക്കുന്നുണ്ട്. അവർക്ക് വരുന്ന എമുനേഷൻസ് കൊണ്ടുവന്ന് അവിടെ സ്റ്റോർ ചെയ്യുക, അല്ലെങ്കിൽ ആ ഫാക്ടറി ഡേ ടു ഡേ റൺ ചെയ്യുന്ന രീതിയിൽ ഉക്രൈൻ അത് ഉപയോഗിച്ച് വരികയായിരുന്നു. ഇത് റഷ്യയ്ക്കും അറിയാം. എന്നാൽ ഇത്രയും വർഷമായി നടക്കുന്ന യുദ്ധത്തിൽ ഒരു തവണ പോലും ഈ ഒരു ഫെസിലിറ്റിയിൽ റഷ്യ സ്ട്രൈക്ക് ചെയ്തിട്ടില്ല. ഇന്നലെ റഷ്യ നടത്തിയ സ്ട്രൈക്കിൽ 2 ഇസ്കാന്ദർ മിസൈൽ ഇതിനെ പൂർണ്ണമായി നശിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ ഒരു എസ്റ്റിമേഷൻ, അവിടെയുള്ള അമ്യൂണിഷൻസിന്റെ വർത്ത് എത്രത്തോളം ഉണ്ടെന്നൊക്കെ നോക്കിയാൽ, ഒരു കണക്കനുസരിച്ച് നോക്കിയാൽ അത്ഭുതപ്പെടുത്തുന്ന ഒരു കണക്കാണ് പുറത്തു വന്നത്. കുറഞ്ഞത് 3000 മുതൽ 3500 ടൺസ് ഓഫ് റോ മെറ്റീരിയൽസ്, അമ്യൂണിഷൻസ് മേക്ക് ചെയ്യാനുള്ള കെമിക്കൽസ് അവിടെ ഉണ്ടായിരുന്നിരിക്കാം. റഷ്യ ഏറെ ദിവസമായി ഇത് നിരീക്ഷിച്ചു വരികയായിരുന്നു. ഉക്രൈന്റെ ഫ്രണ്ട് ലൈൻ മൂവ്മെന്റിനും സാബ്രോസിഷ്യ ഫ്രണ്ട് ലൈൻ ആവശ്യമായി അത്രയേറെ എമുനേഷൻ റിസോഴ്സ് എന്നതും ഇവിടെ വെച്ചിരുന്നു എന്നാണ് വാർത്തകൾ വന്നത്. അപ്പോ ഉക്രൈൻ റഷ്യക്കുള്ളിൽ ആക്രമണം നടത്തിയപ്പോൾ എത്രത്തോളം ഒരു വലിയ നഷ്ടമാണോ സംഭവിച്ചത്, അതിന് സമാനമായ രീതിയിൽ തന്നെ ഉക്രൈന്റെ ഫ്രണ്ട് ലൈൻ ഡിഫൻസിനെ സ്റ്റണ്ട് ആകുന്ന രീതിയിലുള്ള ഒരു തിരിച്ചടിയാണ് റഷ്യ നൽകിയിട്ടുള്ളത്. ഇതെല്ലാം കാണുമ്പോൾ ഇവർ യുദ്ധം അവസാനിപ്പിക്കുന്നത് പോലെ തോന്നുന്നില്ല. മറ്റെന്തെങ്കിലും ഇതിനിടയിൽ സംഭവിച്ചോ? ഈ 2 രാജ്യങ്ങളുടെയും പ്രശ്നം അവസാനിക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഒരു കാര്യങ്ങൾ അവിടെ നടന്നോ എന്ന് ചോദിച്ചാൽ ഒന്നും സംഭവിച്ചിട്ടില്ല. ഉക്രൈൻ പാർലമെന്റിന്റെ ഫോർമർ സ്പീക്കർ സെലൻസ്കിക്ക് വളരെ അടുപ്പമുള്ള ഒരു വ്യക്തി, അദ്ദേഹത്തെ ഇന്നലെ ലിവിയിൽ വെച്ച് അപരിചിതനായ ഒരു വ്യക്തി, ഡെലിവറി ബോയ് പോലെ വന്ന ഒരു വ്യക്തി വെടിവെച്ച് കൊന്നു. ഇത് ഉക്രൈനിൽ ഒരു വലിയ പ്രശ്നമായി തന്നെ മാറിയിട്ടുണ്ട്. ഉടൻ തന്നെ അതിന്റെ ഒരു ഇൻവെസ്റ്റിഗേഷൻ കമ്മിറ്റി രൂപീകരിച്ചു. ഉക്രൈൻ ജനങ്ങൾ മുഴുവനും ആദരാഞ്ജലി അർപ്പിക്കുന്ന തരത്തിൽ ഇതൊരു വലിയ കാര്യമായി മാറിയിട്ടുണ്ട്. ഉക്രൈൻ പൊളിറ്റിക്സിൽ അത്രയേറെ ഇമ്പോർട്ടൻസ് ഇദ്ദേഹത്തിനുണ്ട്. പ്രധാനമായും ഇദ്ദേഹം ഉക്രൈനിൽ ജീവിക്കുന്ന റഷ്യക്കാർ അല്ലെങ്കിൽ റഷ്യൻ ഭാഷ സംസാരിക്കുന്ന വ്യക്തികൾക്കും ഇയാൾ ഇഷ്ടമല്ലായിരുന്നു. കാരണം ഇദ്ദേഹം പൂർണ്ണമായും ഉക്രൈൻ സപ്പോർട്ടർ ആയിരുന്നു. റഷ്യ എതിർക്കുക, റഷ്യൻ ഭാഷ സംസാരിക്കുന്ന ജനങ്ങളെ എതിർക്കുക, ഇങ്ങനെ ഒരു മെന്റാലിറ്റിയാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. ഉക്രൈനെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹത്തെ ഒരു ഹീറോ ആയി തന്നെയായിരുന്നു അവർ കണ്ടത്, യുദ്ധത്തിന് മുൻപും യുദ്ധം ആരംഭിച്ച സമയത്ത് പോലും. എന്നാൽ അതിനുശേഷം ഇദ്ദേഹത്തിന് ചില ഓപ്പൺ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ വന്നു. സെലൻസ്കി ഫേവറായി സംസാരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സ് വന്നതോടുകൂടി ഒരുപാട് ക്രിറ്റിസിസം ഇദ്ദേഹത്തിന്റെ മേൽ വയ്ക്കാൻ തുടങ്ങി. എന്നാൽ റഷ്യയിലുള്ള ജനങ്ങൾ, ഒരു വിഭാഗം ജനങ്ങൾ ഇദ്ദേഹത്തിന്റെ മരണത്തെ ആഘോഷിക്കാനും തുടങ്ങിയിട്ടുണ്ട്. കാരണം ഇദ്ദേഹം റഷ്യക്ക് എതിരെ കൊടുത്ത സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ അത്രത്തോളം ഉണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെ ഒരുപാട് ടെൻഷൻസ് ഉക്രൈനിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ യുദ്ധം അവസാനിക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഒരു സാഹചര്യം വരും, അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാമെന്നൊക്കെ ചിന്തിക്കുമ്പോൾ ഇന്ന് വരെയും അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടേ ഇല്ല. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു, ഒരു ബഫർ സോൺ ക്രിയേറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് ചർച്ചകൾ നടന്നു, അത് സെലൻസ്കി സമ്മതിച്ചില്ല എന്ന്. അത് ക്രിയേറ്റ് ചെയ്താൽ അത് റഷ്യക്ക് നേട്ടമായി മാറും. ഉക്രൈൻ എന്ന രാജ്യത്തെ എങ്ങനെയാണ് സേവ് ചെയ്യുക എന്നുള്ള ചില ചോദ്യങ്ങളും സെലൻസ്കി ചോദിച്ചു. റഷ്യയുടെ ദിമിത്രി മെദ്വദേവ് ഒരു സ്റ്റേറ്റ്മെന്റിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞു, കളിയാക്കി പറഞ്ഞു. സെലൻസ്കി എങ്ങനെയാണ് സമാധാനം ആഗ്രഹിക്കുന്നു എന്ന് പറയാൻ കഴിയുക? അദ്ദേഹം സമാധാനം ആഗ്രഹിക്കുന്നേ ഇല്ല. ബഫർ സോൺ എന്ന് പറയുന്നത് 2 രാജ്യങ്ങൾക്കും ഇടയിൽ ഡീമിലിറ്ററൈസ് ചെയ്യുന്നതിന്റെ ആദ്യത്തെ ഒരു പ്രോസസ്സാണ്. അതിനുശേഷം 2 വിഭാഗവും അവരുടെ സൈനിക പ്രവർത്തനങ്ങൾ കുറയ്ക്കും, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട എക്യുപ്മെന്റ്സ് ഒന്നും അവിടെ കൊണ്ടുപോയില്ല. സെലൻസ്കി നിഷേധിച്ചപ്പോൾ തന്നെ ഉക്രൈന് പുറകിൽ ആരാണുള്ളത്, അല്ലെങ്കിൽ അവരെ കൊണ്ടിതെല്ലാം പറയിപ്പിക്കുന്നത് ആരാണെന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. സെലൻസ്കിയെ സംബന്ധിച്ചിടത്തോളം അയാൾ ഒരു പാവഭരണം മാത്രമാണ് നടത്തുന്നത്. അയാൾക്ക് കമാൻഡ് മറ്റൊരിടത്തു നിന്നും വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വരുന്ന കമാൻഡ് പ്രോസസ്സ് ചെയ്ത് അത് ഉക്രൈനിയരെ വെച്ച് ഡെലിവറി ചെയ്യുന്നുണ്ട്. അതിലൂടെ റഷ്യയെ താഴ്ത്താൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ എത്രയും പെട്ടെന്ന് ഇവയെല്ലാം മാറും. റഷ്യ ഉക്രൈൻ ഒരു വലിയ പാഠം നൽകുമെന്ന് വളരെ വ്യക്തമായി അദ്ദേഹം പറഞ്ഞു. സത്യത്തിൽ എല്ലാ രാജ്യത്തിലും നടക്കുന്ന ഒരു പ്രശ്നം എന്നത് ഒരു രാഷ്ട്രീയ പ്രവർത്തകന്റെ ലാഭം, ഒരു ബിസിനസ്മാന്റെ ലാഭം, അവിടെയുള്ള ലോ മേക്കേഴ്സിന്റെ ലാഭത്തിന് വേണ്ടി അവരാരും അവിടെ ബലിയാവുകയില്ല. ഇവിടെ ബലിയാടായി മാറുന്നതും മാറ്റുന്നതും മുഴുവൻ പ്രശ്നം അനുഭവിക്കുന്നതും അവിടെയുള്ള ജനങ്ങളായിരിക്കും. ലിറ്ററലി പറഞ്ഞാൽ ഉക്രൈൻ യുദ്ധത്തിൽ ഇവരെ കൊണ്ട് വളരെ എളുപ്പത്തിൽ അവസാനിപ്പിക്കാൻ സാധിക്കും. ഈ 2 നേതാക്കന്മാരും വിചാരിച്ചാൽ വളരെ എളുപ്പത്തിൽ അവസാനിപ്പിക്കാൻ സാധിക്കും. അമേരിക്കയുടെ ഇൻഫ്ലുവൻസ് അത്രത്തോളം ഉണ്ടെങ്കിൽ പെട്ടെന്ന് അവസാനിപ്പിക്കാം. എന്നാൽ യൂറോപ്പിലുള്ള ചില രാജ്യങ്ങൾ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കില്ല. ഇതിൽ ഉക്രൈനെയോ റഷ്യയോ അമേരിക്കയോ കുറ്റം പറയാൻ സാധിക്കില്ല. യൂറോപ്പ് വിചാരിക്കുകയാണെങ്കിൽ, പ്രധാനപ്പെട്ട ചില രാജ്യങ്ങൾ ചിന്തിച്ചാൽ ഈ പ്രശ്നം ഉടൻ തന്നെ അവസാനിപ്പിക്കാൻ കഴിയും. എന്നാൽ അവരത് അവസാനിപ്പിക്കില്ല. കാരണം നാളെ നമ്മുടെ പക്കലേക്ക് ഈ പ്രശ്നം വരുമോ എന്നുള്ള ഒരു ഭയമാണ്. ഇവരുടെ ഡിഫൻസിന് വേണ്ടി, ഇവരുടെ പ്രൊട്ടക്ഷന് വേണ്ടി ഉക്രൈനെ ഫ്രണ്ട് ലൈനിൽ നിർത്തി നന്നായി തന്നെ ഗെയിം പ്ലേ ചെയ്യുന്നുണ്ട്. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഈ ഒരു വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. കൂടുതൽ അപ്ഡേറ്റ്സിനായി വോയിസ് ഓഫ് വിക്കിയെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.